അല്ല, നന്നായി വേർത്തല്ലോ. തനിക്ക് ശീലമില്ലാത്ത പണിയല്ലേ ഇത്? ആദ്യമായിട്ടാ ചേട്ടാ. എന്നാൽ ഇന്ന് നല്ല ശരീരവേദനയായിരിക്കും. സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളും. ആ, എന്നാ ചെല്ല്. ചേട്ടാ, എന്താടാ? കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ആ, വാ. അതെ, വെയില് കൊണ്ട് ശരീരമൊക്കെ കറക്കണം. അതുപോലെ കയ്യിൽ തഴമ്പും വരണം. എന്നാലേ കട്ടിപ്പണി ചെയ്യാനൊക്കെ പറ്റൂ. സാരമില്ല ചേട്ടാ, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോ ശരീരം എല്ലാത്തിനും വഴങ്ങിക്കോളും. നാളെയും പണിക്ക് വരണം. എടാ, ശരീരം വേനെന്നൊക്കെ പറഞ്ഞ് കിടന്നാലേ അങ്ങ് കിടന്നു പോത്തേ ഉള്ളൂ. വെള്ളം കുടിക്കേ. വിളിച്ചപ്പോഴേ തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ കട്ടിയത് അല്ലാതെ തിരിച്ചു വിളിച്ചില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊന്നും ചോദിക്കണ്ട. ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അത്യാവശ്യം അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, അടുപ്പ് പോയണ്ടേ. അതെ, ഒന്ന് നിന്നേ. ഇത് പിടിച്ചേ. ഇതെവിടുന്ന? അറിയാവുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്തു. 850 രൂപയും കിട്ടി. അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ബാക്കി വന്ന തുകയത്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സാഗരേട്ടന് നല്ല ക്ഷീണമുണ്ടല്ലോ. മേലനങ്ങിയുള്ള പണിയാണോ ചെയ്തേ? മേലനങ്ങാതെ പണി ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ മഞ്ജു? എന്നാലും കട്ടിപ്പണി വല്ലതും ആയിരുന്നു സാഗരേട്ടാ? അത്രയ്ക്ക് കട്ടിയൊന്നും ആയിരുന്നില്ല. എന്നാ നിസ്സാരമാണെന്ന് പറയാനും പറ്റില്ല.